എന്തൊക്കെ പറഞ്ഞാലും എന്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം രാഷ്ട്രീയമായി വിജയിച്ചു വരാൻ വേണ്ട പല തന്ത്രങ്ങളും അടവുകളും ഒക്കെ പറ്റി പലരും അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്വം കാണിക്കും. ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് അത് പഠിക്കും. ഇതാണോ ചെയ്യുന്നത്? എന്താണ് ചെയ്യേണ്ടത്? ആളുകൾ എന്തിനാണ് എന്നോട് വന്നിട്ട് ഈ റോഡിന്റെ പ്രശ്നവും വീടിന്റെ പ്രശ്നവും ഒക്കെ പറയുന്നത്? അതവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ അധികാരമാണ് അവരുടെ പ്രശ്നം. എനിക്കൊരു പവറില്ല, ഇത് ഇങ്ങനെയല്ല വേണ്ട, എനിക്ക് പവർ വേണം. അത് ഒരു ക്യാബിനറ്റ് അധികാരം എനിക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം പരിഹരിച്ചേനെ എന്ന മട്ടിലാണ്. ക്യാബിനറ്റ് അധികാരം ഇല്ല. അതാണ് അവരോട് പോയി പറയൂ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അവരാകെ പറയുന്നത്. കേരളത്തിലെങ്ങാനും ആയിരിക്കണം ഒരു MP ഈ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപൂർവം ചില സമയത്ത് സുരേഷ് ഗോപി ഇതിന് സമാനമായ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ തന്നെ വലിയ വിമർശനം ആ സമയത്ത് തന്നെ ഉണ്ടായി. എന്തായാലും ഇത് പരമ അബദ്ധം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക, വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് തുല്യത എന്നത് ഒരു തെറ്റായ സംഗതിയാണ്. തുല്യത എന്ന സംഗതി പാടില്ല, അങ്ങനെ അവകാശപ്പെടുന്നതെല്ലാം മണ്ടന്മാരാണ് എന്നാണ് ഇവരുടെ ഒരു വാദം. ഈ തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട വാദം. വേറൊന്ന്, ജാതി സെൻസസിനെതിരാണ് ഇവർ. അതായത് റിസർവേഷനെതിരാണ്. റിസർവേഷനെതിരെ ശക്തമായ തുടർച്ചയായ പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് സമൂഹത്തിൽ നീതി നടപ്പാകുന്ന ഒന്നിനും അനുകൂലമല്ല ഇവർ എന്തൊക്കെയോ ധരിച്ചു വച്ചിരിക്കുന്നു. അവർക്ക് അധികാരം കുറച്ചുകൂടെ കിട്ടിയാൽ കുറെ കൂടി പരാക്രമം കാണിച്ചേനെ. കിട്ടാതിരുന്നത് ഭാഗ്യം. ക്യാബിനറ്റ് മിനിസ്റ്റർ ഒന്നും ആക്കാൻ തോന്നാതിരുന്നത് കൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. എനിക്ക് തോന്നുന്നത് പക്ഷേ പല പരാമർശങ്ങളും കാണുമ്പോഴേ BJP പ്രവർത്തകർക്ക് തന്നെയും BJP നേതാക്കൾക്ക് തന്നെയും സംഗതി മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ടേം കൂടി ഒന്നും അങ്ങ് പോവില്ല എന്ന് നമ്മൾ എന്ന് തന്നെ വിചാരിക്കും. അവർ തന്നെ നിങ്ങൾ പുറത്തിരുന്നിട്ട് ഈ വിദ്വേഷ പരാമർശമൊക്കെ നടത്തിയിട്ട് ഞങ്ങളെ സഹായിച്ചാൽ മതി തീരുമാനിച്ചിട്ടുണ്ട്.